ഹലോ വെൽക്കം ആൾ. ഇത് ഗ്രാമർ സെക്ഷൻ്റെ ഒരു പുതിയ വീഡിയോ ആണ്. നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ആർട്ടിക്കിൾസിനെ കുറിച്ചിട്ടാണ്. അതിന് മുമ്പായിട്ട് എനിക്ക് ബേസിക്കായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഗ്രാമറിൽ ഏത് പോർഷൻ പഠിക്കുകയാണെങ്കിലും നമ്മളതിൻ്റെ ബേസിക് അറിഞ്ഞിരിക്കണം. അതായത് പാർട്സ് ഓഫ് സ്പീച്ച്. ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ സബ്ജക്റ്റ് എന്താണ്, വെർബ് ഏതാണ്, ഒബ്ജക്റ്റ് ഏതാണ്, പങ്ക്ച്വേഷൻ മാർക്സ് ഏതൊക്കെയാണ്, നമുക്ക് അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ മാത്രമേ നമ്മൾ മനസ്സിലാക്കി, നമുക്കറിയാം മറ്റ് സബ്ജക്റ്റിനെ പോലെ നമുക്കൊരിക്കലും നമുക്കൊരു ബൈ ഹാർട്ട് ചെയ്തിട്ട് അത് എക്സാമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളതിൻ്റെ കോൺസെപ്റ്റ്, അതിൻ്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കിയിട്ട് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മളത് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസേഴ്സ് പിക്ക് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആർട്ടിക്കിൾസിനെ കുറിച്ചാണ്. ഈ ആർട്ടിക്കിൾസിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റുകൾ, അതെവിടേക്ക് ഉപയോഗിക്കണം, ഏത് സിറ്റുവേഷനിൽ ഉപയോഗിക്കും, എന്തുകൊണ്ട് ഈ ആർട്ടിക്കിൾ ഇവിടെ ഉപയോഗിക്കുന്നു മറ്റത് ഉപയോഗിക്കുന്നില്ല, അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഉപയോഗിക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ട്, എന്തുകൊണ്ട് അവിടെ ഉപയോഗിക്കുന്നില്ല, അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിന് ഉത്തരം കിട്ടണമെങ്കിൽ ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കാനുണ്ട്. ഏതൊക്കെ സ്ഥലത്ത് വരണം എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിക്കണം. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചാലേ നമുക്കിത് ആൻസർ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളതിൻ്റെ ബേസിക് ആയിട്ടുള്ള, അതായത് ഒരു പർട്ടിക്കുലർ സെൻറ്റൻസ് നമ്മൾ കാണുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്, ഇത് നൗണാണ്, ഇത് സബ്ജക്റ്റാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഒറ്റ സൈറ്റിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കണം. അപ്പോഴേ ഇപ്പോൾ നമ്മൾ പറയുകയാണ് വെർബിൻ്റെ മുൻപിൽ നൗണ് വരുമ്പോൾ അല്ലെങ്കിൽ വെർബിന് ശേഷം നൗണ് വരുമ്പോൾ ഈ കേസാണെന്ന് പറയുമ്പോൾ വെർബ് ഏതാ നൗൺ ഏതാണെന്ന് അറിയാതെ നമുക്ക് നമ്മൾ പഠിച്ചു വെച്ച കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അതിൻ്റെ ബേസിക് അറിഞ്ഞിരിക്കണം എന്ന്. നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഒരു വീഡിയോ തന്നെ ചെയ്യാം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് ആർട്ടിക്കിൾസുമായിട്ടാണ്. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ 2 തരം ആർട്ടിക്കിൾസ് ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇന്ന് സ്ലൈഡോ അല്ലെങ്കിൽ വേർഡിലൊന്നും ചെയ്തിട്ടില്ല. കാരണം ഗ്രാമർ നമ്മൾ ഡെഫിനിഷൻസ് പഠിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. നമ്മളത് വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്യുമ്പോഴേ നമുക്കതിലെ പോരായ്മകളും അതിൽ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇത് എനിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളൊരു നോട്ടാണ്. ഈ നോട്ട് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ നോട്ട് തന്നെ സെലക്ട് ചെയ്തത്. ഇതിൽ ഒരു പക്ഷേ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. ഞാൻ കുറേ വെട്ടലും തിരുത്തലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും കാര്യമാക്കേണ്ട. നിങ്ങളതിൻ്റെ പോസിറ്റീവ് സൈഡ് കാണുക. നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇതുപോലെ തന്നെ ചെയ്താൽ മതി എന്നാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഞാൻ വല്ലാതെ ലേറ്റ് ആവുന്നില്ല, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. 2 ടൈപ്പ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഒന്ന് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, അതിൽ പെട്ടതാണ് എ ആൻഡ് ആൻ, AN. രണ്ടാമത്തത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, അതിന് എക്സാമ്പിളാണ് ദ. ഇനി ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. എ ആൻ എന്നുള്ളത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ്. ഏതാണ് നമുക്ക് നിശ്ചയമായിട്ടൊന്നും പറയാൻ പറ്റൂലെങ്കിലും 1 എന്നാണ് അതിൻ്റെ മീനിങ് വരിക. അത് ഉപയോഗിക്കുന്നത് സിംഗുലർ ആയിട്ടുള്ള കൗണ്ടബിൾ നൗൺസിന് മുന്നിലാണ്. എ ആൻഡ് ആൻ ഉപയോഗിക്കുന്നത് ഇൻ ഫ്രണ്ട് ഓഫ്, ഞാൻ എഴുതിയിട്ടുണ്ട് ഇതിൽ, ഇൻ ഫ്രണ്ട് ഓഫ് സിംഗുലർ കൗണ്ടബിൾ നൗൺസ് എന്ന്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. രണ്ടാമത്തത് ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്, അതാണ് ദ. നമുക്ക് 3 ആർട്ടിക്കിളാണുള്ളത് മെയിനായിട്ട്, എ, ആൻ ആൻഡ് ദ, 3 എണ്ണം. അതിൽ ഇൻഡെഫിനിറ്റ് നമ്മൾ പറഞ്ഞു, ഡെഫിനിറ്റ് ആണ് ദ എന്നുള്ളത്. നേരത്തെ സൂചിപ്പിച്ചത് എന്നാണ് അതിന് മീനിങ് വരുന്നത്. അതായത് ഇതിപ്പോൾ നമ്മൾ ബോത്ത് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസിൻ്റെ മുന്നിലും ഉപയോഗിക്കും. അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റി അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ പറ്റി നമ്മളൊരു സെൻറ്റൻസ് പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് രണ്ടാമത് അതേ സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ കുറിച്ചിട്ട് പിന്നെയും പറയുമ്പോഴാണ് നമ്മൾ ദ എന്ന് അതിൻ്റെ ഫ്രണ്ടിൽ ഉപയോഗിക്കുന്നത്. അത് നമുക്ക്
പ്രോബ്ലംസ് അല്ല, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ദ യൂസിങ് സിറ്റുവേഷൻസ് ആണ്. ഏതൊക്കെ സിറ്റുവേഷൻസിൽ ദ ഉപയോഗിക്കാം? ഫസ്റ്റ് വണ്ണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ പേരിന് മുന്നിൽ, അതായത് ദ പിയാനോ, ദ ഗിറ്റാർ എക്സെട്ര. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ദ ലോങ്ങസ്റ്റ്, ദ ബെസ്റ്റ്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ. നെക്സ്റ്റ് വൺ ഓഷ്യൻ, മൗണ്ടെയിൻ, റിവേഴ്സ്, ഡെസേർട്സ്. ഇതിൻ്റെയൊക്കെ മുന്നിൽ. ഫോർ എക്സാമ്പിൾ ദ അറേബ്യൻ സീ, ദ ആമസോൺ, ദ ഹിമാലയാസ്, ദ സഹാറ. അടുത്തതായിട്ട് ഹോളി ബുക്സ്, എപ്പിക്ക്. എപ്പിക്ക് നമുക്കറിയാം ഇതിഹാസം. അങ്ങനെ ഹോളി ബുക്സ്, എപ്പിക്ക്, അതിൻ്റെയൊക്കെ പേരുകൾക്ക് മുന്നിൽ നമ്മൾ എന്തുപയോഗിക്കും? ദ ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ ദ ബൈബിൾ, ദ ഖുർആൻ, ദ രാമായണ, ദ ഇലിയാഡ്. നെക്സ്റ്റ് വൺ ഇൻ ഫ്രണ്ട് ഓഫ് ഡിറക്ഷൻസ്, ദ സൗത്ത്, ദ നോർത്ത്, ദ ഈസ്റ്റ്, the west, and like that. Next one is in front of the names of newspapers. For example the മാതൃഭൂമി, the hindu. The hindu നമ്മൾ യൂഷ്വലായിട്ട് കേൾക്കുന്നതാണ്. അടുത്തത് ഹിസ്റ്റോറിക്കൽ ഈവൻസിന് മുന്നിൽ അല്ലെങ്കിൽ മോണ്യുമെൻറ്റ്സിന് മുന്നിൽ. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വേൾഡ് വാർ എങ്ങനെ നമ്മൾ പറയും? ദ ഫസ്റ്റ് വേൾഡ് വാർ, ദ ഫ്രഞ്ച് റവല്യൂഷൻ, ദ താജ്മഹൽ. താജ്മഹൽ ഒരു നെയിം ഓഫ് മോണ്യുമെൻ്റ് ആണ്. അതിന് മുന്നിൽ നമ്മൾ ദ ചേർക്കും. എന്നാൽ അതുപോലെ തന്നെ ചില കേസിൽ നെയിം ഓഫ് സംതിങ് വരുമ്പോൾ ദ ചേർക്കാത്ത കേസ് ഉണ്ട്. അത് ഞാൻ പറയാം. ഇപ്പോൾ മോണ്യുമെൻറ്റ്സ്, ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ്, അതിനൊക്കെ ദ ചേർക്കും. പിന്നെ വരുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ദീസ് വേർഡ്സ് ആണ്. അതായത് താഴെ കൊടുത്തിട്ടുള്ള ചില ലിസ്റ്റ് ഓഫ് വേർഡ്സ് ഉണ്ട്. അത് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഈ പർട്ടിക്കുലർ വേർഡ്സൊക്കെ വരുമ്പോൾ അതിൻ്റെ മുന്നിൽ ദ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ആ വേർഡ്സ് ഞാനൊന്ന് വായിക്കാം, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദ ഇക്വേറ്റർ, ദ എൻഡ്, ദ ബിഗിനിങ്. ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നില്ല, നമ്മൾ കാര്യമായിട്ട് നമ്മൾ BBC ന്യൂസിലോ മറ്റ് സ്റ്റോറീസോ നോവൽസൊക്കെ വായിക്കുമ്പോൾ അതിൽ നമുക്ക് ഇതൊക്കെ റെഡി ആയിട്ടുണ്ടാവും. നമ്മൾ ദ എൻഡ് എന്നൊക്കെ പറയാം. അതൊക്കെ നിങ്ങൾ റിലേറ്റ് ചെയ്താൽ മതി ലൈഫിനായിട്ട്. നെക്സ്റ്റ് ദ ലൈറ്റ്, ദ ഫ്ലോർ, ദ പോസ്റ്റ് ഓഫീസ്, ദ ഡോർ, ദ കാർപ്പറ്റ്, ദ കൺട്രി, ദ എൻവയോൺമെൻറ്റ്, ദ സീ, ദ സിനിമ, ദ ക്യാപിറ്റൽ ഓഫ് ദി കൺട്രി. അടുത്തതായിട്ട് ഞാൻ 2 സിറ്റുവേഷനാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ TV എന്നുള്ള വേർഡ് ഉണ്ടല്ലോ, TV, ടെലിവിഷൻ, അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. TV എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം TV പ്രോഗ്രാംസ് ആണ്. ഏഷ്യനൈറ്റ് ന്യൂസ് അല്ലെങ്കിൽ ന്യൂസ് പ്രോഗ്രാംസ്, സിനിമ, സീരിയൽ, അങ്ങനെ ഓരോ പ്രോഗ്രാംസുകൾ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ TV പ്രോഗ്രാംസിനെ മീൻ ചെയ്യുന്നതാണ് വെറും TV എന്ന് മാത്രമാണെങ്കിൽ. അതിൻ്റെ ഒപ്പം ദ TV എന്നാണെങ്കിൽ ആ TV സെറ്റിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്പേസ് ഓർ ദ സ്പേസ്. സ്പേസ് എന്ന് മാത്രമാണെങ്കിൽ അതിൻ്റെ അർത്ഥം വരുന്നത് സ്പേസ് ഇൻ യൂണിവേഴ്സ് ആണ്, ശൂന്യാകാശം. ഓൺ ദ അതർ സൈഡ് ദ സ്പേസ് എന്ന് വരുമ്പോൾ ഒരു പർട്ടിക്കുലർ സ്പേസ്, ഒരു പ്രത്യേക സ്ഥലത്തെ ചൂണ്ടിക്കാട്ടാനാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും സിറ്റുവേഷൻസിലാണ് നമ്മൾ ദ ഉപയോഗിക്കുന്നത്. ഇനി ഒരു ആർട്ടിക്കിൾ പോലും എ ആൻഡ് ആൻ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഞാൻ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ പറയാം. അതായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി. ഇതുപോലെ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ കഴിയില്ല. അതാണ് ഞാനത് പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് രണ്ട് ടൈപ്പ് ആർട്ടിക്കിൾസ് പറഞ്ഞു, ദ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് പറഞ്ഞു. ഇനി ഞാൻ പോകുന്നത് നോ ആർട്ടിക്കിൾസ് റിക്വയർഡ്, അതായത് ആർട്ടിക്കിൾസ് ഉപയോഗിക്കാത്ത സിറ്റുവേഷൻസുകളാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഇൻ ഫ്രണ്ട് ഓഫ് ദ നേഷൻസ് നെയിംസ് എക്സെപ്റ്റ് ദി ആർക്കിപെലാഗോ. ആദ്യം ആർക്കിപെലാഗോ എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട്, 2ൽ കൂടുതൽ കരപ്രദേശം ഉണ്ടാവുക.
അതൊരു ദ്വീപന്നായിരിക്കും. ഒറ്റ വേർഡ് പറയുകയാണെങ്കിൽ ദ്വീപ സമൂഹം എന്നാണ് അതിന് പറയുന്നത്. അതായത് അതൊരു ഐലൻഡ് തന്നെയാണ്, പക്ഷേ ഒന്നിലേറെ കരപ്രദേശം ഉണ്ടാവും അതിൽ. അതാണ് ആർക്കിപ്പലാഗോ. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം, അത് വരുമ്പോൾ നമുക്ക് ദ ചേർക്കാം. നേരെ മറിച്ച് ഒരു കൺട്രീൻ്റെ പേര് ഒറ്റക്കാണെങ്കിൽ നമുക്കത് ദ എന്നല്ല ഒരു ആർട്ടിക്കിളും ചേർക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇൻറ്റു മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റു മാർക്ക് കൊടുത്തത് റോങ് ആണ്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് കാണിക്കുന്നത്. ടിക്ക് മാർക്ക് പറയുന്നത് ഇറ്റ്സ് റൈറ്റ്, അങ്ങനെ ചെയ്യാം എന്നാണ്. ഓക്കെ, ആ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതിൽ എന്ത് കാണാം, ദ ഇന്ത്യ എന്നുള്ളത് തെറ്റാണ്. എങ്ങനെ പറയാം, ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് പറയാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇന്ത്യ എന്ന് പറയാം. അടുത്തത് ദ USA, അത് ശരിയാണ്. അതായത് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുകയാണെങ്കിൽ ശരിയാണ്. അമേരിക്ക ഒറ്റക്കാണെങ്കിൽ ദ അമേരിക്ക എന്ന് പറയുന്നത് തെറ്റാണ്. ദ യുണൈറ്റഡ് കിങ്ഡം ശരിയാണ്, ഇംഗ്ലണ്ട് ഒറ്റക്ക്, അങ്ങനെ ശരിയാണ്. ദ മാൽദീവ്സ് ശരിയാണ്, ബിക്കോസ് ഇറ്റ് ഈസ് എൻ ആർക്കിപ്പലാഗോ. അതുപോലെ തന്നെ ദ ശ്രീലങ്ക തെറ്റാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ശ്രീലങ്ക ജസ്റ്റ് ഒരു ഐലൻഡ് മാത്രമാണ്, അതൊരു ആർക്കിപ്പലാഗോ അല്ല. അതുകൊണ്ട് നമുക്ക് ദ ചേർക്കുന്നത് തെറ്റാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നൗൺ പ്ലസ് നമ്പറാണ്. ഫോർ എക്സാമ്പിൾ പ്ലാറ്റ്ഫോം 2, റൂം 25, അങ്ങനെയുള്ള കേസുകളിലൊന്നും ആർട്ടിക്കിൾസ് ഉപയോഗിക്കാറില്ല. നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ലഞ്ച്, അതിൻ്റെയൊക്കെ മുന്നിൽ ഒരു ആർട്ടിക്കിൾസും യൂസ് ചെയ്യൂല. ഫോർ എക്സാമ്പിൾ വാട്ട് ടൈം ഈസ് ഡിന്നർ, ജസ്റ്റ് അത്ര മതി. അതിൻ്റെ മുന്നിൽ ഡിന്നറിൻ്റെ മുന്നിൽ ഒരു ആർട്ടിക്കിളും നമ്മൾ ആഡ് ചെയ്യണ്ട. ബട്ട് ഇഫ് ദർ ഈസ് ആൻ അഡ്ജക്റ്റീവ് കം ഇൻ ഫ്രണ്ട് ഓഫ് ദി വേർഡ്, ദാറ്റ് ഈസ് ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ ഓർ ലഞ്ച്, ദെൻ യു ക്യാൻ യൂസ് എ. അവിടെ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിളും പറഞ്ഞിട്ടുണ്ട് എ എന്നാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഐ ഹാഡ് എ വണ്ടർഫുൾ ഡിന്നർ യെസ്റ്റർഡേ. ഇവിടെ ഡിന്നറാണ് നമ്മുടെ വേർഡ്, അതിൻ്റെ മുന്നിൽ യൂസ് ചെയ്ത ആർട്ടിക്കിൾ അഡ്ജക്റ്റീവ് വണ്ടർഫുൾ ആണ്, അതിൻ്റെ മുന്നിൽ നമ്മൾ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തു. അടുത്തത് നെയിം ഓഫ് ദ പീക്ക് എന്ന് പറഞ്ഞാൽ കൊടുമുടി, അല്ലെങ്കിൽ നെയിം ഓഫ് ദ ലേക്ക്, തടാകം. ഇതിൻ്റെ ഒന്നും മുന്നിൽ ഉപയോഗിക്കും. ഞാൻ പറഞ്ഞു മോണ്യുമെൻ്റ് പറഞ്ഞപ്പോൾ, ഞാൻ ഹിസ്റ്റോറിക്കൽ ഈവൻ്റ് ആൻഡ് മോണ്യുമെൻ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നമ്മൾ ദ യൂസ് ചെയ്യുന്ന സിറ്റുവേഷനാണ് പറഞ്ഞത്, ചെയ്യണം എന്നാണ് പറഞ്ഞത്. എന്നാൽ നെയിം ഓഫ് ദ പീക്ക്, നെയിം ഓഫ് ദ ലേക്ക്, അങ്ങനെ അതുപോലെ നെയിം ഓഫ് ദി നേഷൻ, അതൊക്കെ വരുമ്പോൾ നമ്മൾ ദ യൂസ് ചെയ്ത്, ദ എന്നല്ല ഒരു ആർട്ടിക്കിളും യൂസ് ചെയ്യാൻ പാടില്ല. അടുത്തത് ജാൻ മീനിങ് യൂസിങ് ദ കോമൺ നൗൺസ്, അതായത് വിശാലമായി കിടക്കുന്ന ഒരു അർത്ഥമുള്ള വേർഡുകൾ, അത്തരം വേർഡ്സിന് നമ്മൾ ഒരു ആർട്ടിക്കിളിൻ്റെയും ഹെൽപ്പിൻ്റെ ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ സയൻസ് നമ്മൾ യൂഷ്വലായിട്ട് ദ സയൻസ് എന്ന് ഉപയോഗിക്കാറില്ല, ജസ്റ്റ് സയൻസ് എന്ന് മാത്രമാണ് പറയാറ്. അടുത്തത് നമുക്ക് ആർക്കും ഇത്ര എന്താ പറയുക, നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കാതെ പോയ ഒരു ഭാഗമാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. കൈൻഡ് ഓഫ് പേഴ്സൺ നമുക്ക് എപ്പോഴും മിസ്റ്റേക്ക് വരാറുള്ളൊരു ഭാഗമാണ്. എനിക്ക് സത്യമായിട്ട് ഈ പോർഷന് വായിക്കുമ്പോഴാണ് ഇങ്ങനെ യൂസ് ചെയ്തിരുന്നത് തെറ്റായിരുന്നു എന്ന് മനസ്സിലായത്. ഫോർ എക്സാമ്പിൾ അതുകൊണ്ടാണ് ഞാൻ ആ എക്സ്പ്രഷൻ ഒറ്റയ്ക്ക് എടുത്ത് എഴുതിയത് കേട്ടോ. കൈൻഡ് ഓഫ് പേഴ്സൺ അത്ര മതി. നമ്മൾ സാധാരണ യൂസ് ചെയ്യുക കൈൻഡ് ഓഫ് എ പേഴ്സൺ. അത് യൂഷ്വലി ഞാനും യൂസ് ചെയ്തിരുന്നു, ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അത് തെറ്റാണ് കേട്ടോ. കൈൻഡ് ഓഫ് എ പേഴ്സൺ എന്ന് പറയുന്നത് തെറ്റാണ്. ജസ്റ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ എന്നുള്ള എക്സ്പ്രഷനാണ് കറക്റ്റ്. നെക്സ്റ്റ് ഗോ ടു ബെഡ്, ബി ഇൻ ബെഡ്, ഗോ ഹോം, കം ഹോം, ഗെറ്റ് ഹോം, ഗോ ടു സീ, ഗോ ടു വർക്ക്, ഫിനിഷ് വർക്ക്. അങ്ങനെയുള്ള വേർഡ്സിൻ്റെ ഒപ്പമൊന്നും നമ്മൾ എന്ത് ചേർക്കണ്ട, ആർട്ടിക്കിൾസ് ചേർക്കേണ്ട ആവശ്യമില്ല. അത്തരം എക്സ്പ്രഷൻസ് അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഇനി 2 കേസുകളുണ്ട്. ഒന്ന് മെറ്റീരിയൽ നൗണ്, രണ്ടാമത്തത് അബ്സ്ട്രാക്റ്റ് നൗണ്. അതാ ഒരുമിച്ച് പഠിക്കുകയാണ് സുഖം. ഇത് രണ്ടും ഞാൻ പറഞ്ഞ പോലെ പാർട്സ് ഓഫ് സ്പീച്ചിൽ നൗണിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്.
മെറ്റീരിയൽ നൗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെറ്റീരിയൽ എന്നുള്ള വേർഡ് എന്താണ്? ഇറ്റ്സ് ദ ബേസിക് തിങ്. നമുക്കൊരു പുതിയ സാധനം അതിൽ നിന്ന് ഉണ്ടാക്കാം. ഒരു റോ മെറ്റീരിയൽ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പോൾ ഈ മെറ്റീരിയലിൽ നിന്ന് അതിൻ്റെ ബേസിക് ആണ്, അതിൽ നിന്ന് നമുക്ക് പുതിയ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. അതിനെയാണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പം മെറ്റീരിയൽ നൗണിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഗോൾഡ്, മിൽക്ക്, കോട്ടൺ, വുഡ്, എയർ ആൻഡ് സോയിൽ. ഇത്തരം വേർഡ്സ്, മെറ്റീരിയൽ നൗണിൽപ്പെട്ട ഇത്തരം വേർഡ്സ് വന്നാൽ അതിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചേർക്കണ്ട? ആർട്ടിക്കിൾ ചേർക്കണ്ട. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്ത എക്സാമ്പിൾ ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ. ദ ഗോൾഡ് ഈസ് എ അല്ലെങ്കിൽ എ ഗോൾഡ് ഈസ് എ ഒന്നും പറയണ്ട, ജസ്റ്റ് ആർട്ടിക്കിൾ അവിടെ ആബ്സെൻ്റ് ആണ്. അടുത്തതായിട്ട് അബ്സ്ട്രാക്റ്റ് നൗൺ. അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിനോട്ട് ദ നൗൺ ഡിനോട്ടിങ് an ഐഡിയ, ക്വാളിറ്റി ഓർ സ്റ്റേറ്റ്. അതായത് ട്രൂത്ത്, ഡേഞ്ചർ, ഹാപ്പിനെസ്, ഹോണസ്റ്റി, മദർഹുഡ്, ചൈൽഡ്ഹുഡ്, ലവ്, അങ്ങനെ ഒരുപാട് വികാരങ്ങളുണ്ട്. അതുപോലത്തെ അതിൻ്റെയൊക്കെ നൗണുകൾ, അത്തരം നൗണുകൾ ഡിനോട്ട് ചെയ്യുന്ന ഇതാണ് അബ്സ്ട്രാക്റ്റ് നൗൺ. അങ്ങനത്തെ അബ്സ്ട്രാക്റ്റ് നൗൺ വരുമ്പോൾ നമ്മൾ എന്ത് വേണ്ട? ആർട്ടിക്കിൾസ് യൂസ് ചെയ്യണ്ട. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ എഴുതിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ പ്രസിഡൻ്റ് അല്ല, പ്രൈം മിനിസ്റ്റർ ആണ്. നരേന്ദ്രമോദി എന്നുള്ള ഞാൻ മാറിപ്പോയതാണ്. അപ്പോൾ നമുക്ക് അത് നോക്കാം. നൗൺ ആഫ്റ്റർ എ വെർബ്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതിലെ നൗണിൻ്റെ മുന്നിലായിട്ട് ഒരു വെർബ് ഉണ്ട്. അതായത് വെർബ് വന്നിട്ടാണ് ആ നൗണ് വരുന്നത്. ആദ്യത്തെ പോയിന്റ് അത് മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു സെൻറ്റൻസിൽ നമുക്ക് ഏത് ആർട്ടിക്കിളാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നറിയണമെങ്കിൽ നൗൺ ഏതാ, വെർബ് ഏതാന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? വെർബിന് ശേഷം വരുന്ന ഒരു നൗൺ ഉണ്ടായിരിക്കും. ഇനി ആ നൗണിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ആ നൗൺ എന്ന് പറയുന്നത് ഒരു പൊസിഷൻ ആയിരിക്കുമല്ലോ. ആ പൊസിഷൻ ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളതായിരിക്കണം. നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. ഇപ്പോൾ നരേന്ദ്രമോദി വാസ് ഇലക്റ്റഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇലക്റ്റഡ് എന്നുള്ളത് വെർബാണ് ഇവിടെ. ഓക്കെ, ഇവിടെ വെർബാണ്. ഇവിടെ നമുക്ക് ഈ പ്രൈം മിനിസ്റ്റർ എന്നുള്ള ഭാഗം നൗൺ ആയിട്ട് വന്നു. അത്തരം കേസുകളിൽ നമുക്ക് എന്ത് കൊടുക്കണ്ട? ആർട്ടിക്കിൾ കൊടുക്കണ്ട. ഇവിടെ ഇലക്റ്റഡ് എന്ന വെർബിന് ശേഷം ഇവിടെ ഞാൻ കൊടുത്തത് പ്രൈം മിനിസ്റ്റർ ആണ് വേണ്ടത് കേട്ടോ. പ്രൈം മിനിസ്റ്റർ എന്ന നൗണ് വന്നു. അതുകൊണ്ട് തന്നെ അവിടെ എന്തിൻ്റെ ആവശ്യമില്ല? ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ പറയും ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞിട്ട് ദ എന്നുള്ള ആർട്ടിക്കിൾ ഒരുപാട് നമ്മൾ ഉപയോഗിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റാണോ എന്നുള്ളതാണ്. അത് തെറ്റല്ല. കാരണം എന്താണ്? ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് നരേന്ദ്രമോദി എന്നുള്ള സ്ഥലത്ത് പ്രൈം മിനിസ്റ്റർ വരുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ നൗണ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? സബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ മാതിരി ഒരു വെർബും ഇല്ല, വെർബിന് ശേഷം ഒരു നൗണും വന്നിട്ടില്ല. പകരം അവിടെ സബ്ജക്റ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചേർക്കാം? ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എഴുതിയ നോട്ടും കൂടി ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇനി നമുക്ക് കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എ എന്നുള്ളതും ആൻ എന്നുള്ളതും ഉപയോഗിക്കുന്നത് സെയിം സിറ്റുവേഷനിലാണ്. പക്ഷേ അത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആന് എന്നുള്ള എ എൻ എന്ന ആർട്ടിക്കിള് നമ്മളൊരു വവ്വൽ സൗണ്ടിൻ്റെ മുന്നിലാണ് ചേർക്കുക. അല്ലാത്ത പക്ഷം കോൺസണൻറ്റ് സൗണ്ടിൻ്റെ മുന്നിലാണ് നമ്മൾ എ ചേർക്കുക. ഇത് രണ്ടുമാണുള്ള വ്യത്യാസം. മനസ്സിലായില്ലേ? അതിൽ വവ്വൽ നമ്മൾ ശ്രദ്ധിക്കണം. വവ്വൽ ലെറ്റർ അല്ല. വവ്വൽ ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു. ഈ വവ്വൽ ലെറ്റേഴ്സ് വന്നാൽ ആൻ കൊടുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. വവ്വൽ സൗണ്ടിൻ്റെ മുന്നിലാണ് നമ്മൾ ആന് കൊടുക്കേണ്ടത്. എല്ലാ വവ്വൽ ലെറ്റേഴ്സും വന്നാലും ആന് അവിടെ ആക്ട് ആയിക്കോണമെന്നില്ല.
എന്നാൽ ചില കോൺസണന്റ് സൗണ്ട്സിൻ്റെ മുന്നിലും നമ്മൾ ആന് കൊടുക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ സാധനം നമുക്ക് ഇതിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി മനസ്സിലാവുക എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലാക്കണം, ആന് കൊടുക്കേണ്ടത് എപ്പോഴും എവിടെയാണ്? വവൽ സൗണ്ടിൻ്റെ മുന്നിലാണ്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഷീ ഈസ് ഡാഷ് LLB സ്റ്റുഡൻറ്റ്. ഇവിടെ ആനാണ് ആൻസർ വരുന്നത്. ഷീ ഈസ് ആൻ LLB സ്റ്റുഡൻറ്റ്. അവിടെ ഞാൻ LLB എന്നുള്ള എല്ല് ഞാൻ പറഞ്ഞ പോലെ വവൽ ലെറ്റർ അല്ല, വവൽ സൗണ്ട് വരുന്നുണ്ട്. എൽ ഞാൻ അവിടെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. എൽ സൗണ്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ആന് കൊടുത്തത്. ഇനി അതേ LLB സ്റ്റുഡൻറ്റിനെ നമുക്കിവിടെ ലോ സ്റ്റുഡൻ്റ് ആക്കിയിട്ട് എഴുതുമ്പോൾ ലോ എന്നുള്ളത് ല് സൗണ്ടാണ് വരിക. അത് കോൺസണന്റ് സൗണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ എ കൊടുത്തത്. അപ്പോൾ ഷീ ഈസ് ആൻ LLB സ്റ്റുഡൻറ്റ്, ഷീ ഈസ് എ ലോ സ്റ്റുഡൻറ്റ്. ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇനി അടുത്തത്, ജോൺ ഈസ് എ യൂട്ടോപ്പിയൻ. ഇവിടെ യൂട്ടോപ്പിയൻ എന്നുള്ളത് യൂട്ടോ ആണ്. ഉട്ടോപ്പിയൻ എന്നാണ് വേർഡെങ്കിൽ പ്രൊനൗൺസിയേഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ആന് ചേർക്കായിരുന്നു. പക്ഷെ ഇവിടെ യൂട്ടോപ്പിയൻ ആണ്. അതുകൊണ്ടാണ് എ വന്നത്. നമുക്കറിയാം യു എന്നുള്ളത് ഒരു വവൽ ലെറ്റർ ആണ്, പക്ഷെ നമ്മളവിടെ ആന് ചേർത്തില്ല. മനസ്സിലായില്ലേ? അടുത്തത്, ഇറ്റ് ഈസ് എ 1 rupee കോയിൻ. ഇവിടെ കോയിനാണ്. 1 എന്നുള്ളത് ഓ എന്നുള്ളത് വവൽ ലെറ്റർ ആണ്, പക്ഷെ ഇവിടെ പ്രൊനൗൺസിയേഷൻ എങ്ങനെ വരിക? 1 ആണ്. സൗണ്ട് വവൽ സൗണ്ട് വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എ കൊടുത്തു. അടുത്തത്, ഐ മെറ്റ് ഹിം എ ഇയർ എഗോ. ഇതിൽ ഇയർ എന്നുള്ള വേർഡ് ബോത്ത് വവലായിട്ടും കോൺസണൻ്റ് ആയിട്ടും ഉപയോഗിക്കും. പക്ഷെ നമ്മൾ ആർട്ടിക്കിൾസ് പഠിക്കുമ്പോൾ ഇയറിന് എ എന്ന ആർട്ടിക്കിളാണ് ഇയറിൻ്റെ ഫ്രണ്ടിൽ യൂസ് ചെയ്യാറ്. ഓക്കെ, അടുത്ത വൺ, ഷീ ടുക്ക് ആൻ എക്സ്റേ. ഞാൻ പറഞ്ഞ പോലെ എക്സ് എന്നുള്ളത് ഒരു വവൽ ലെറ്റർ പോലുമല്ല, പക്ഷേ എ സൗണ്ട് വന്നതുകൊണ്ടാണ് നമ്മൾ ആൻ ഉപയോഗിച്ചത്. ഐ മെറ്റ് ഹിം ആൻ അവർ എഗോ. അതുപോലെ ഒരു കേസാണ് അവർ, ഓണർ, ഓണസ്റ്റ്, ഓണറബിൾ, എയറസ്. ഇതിൽ എച്ച് സൈലൻ്റ് ആണ് ഇത്തരം കേസുകൾ. അപ്പോൾ അടുത്ത വവൽ സൗണ്ടിലേക്ക് പോകും. അങ്ങനെയാണ് ഇവിടെ ആന് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മാരി ഈസ് ആൻ FBI ഏജൻറ്റ്. ആൻ FBI, എഫ് എന്നുള്ളത് എ സൗണ്ട് വന്നുകൊണ്ടാണ് ആന് ചേർത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ മെറ്റ് ഡാഷ് ഓൾഡ് മാൻ അറ്റ് ദ മാർക്കറ്റ് ഡാഷ് ഓൾഡ് മാൻ വാസ് ബെഗിങ്. ഇതിൽ ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്ത ആനുണ്ട് ദായുണ്ട്. ഫസ്റ്റ് ഫിൽ ദ ബ്ലാങ്കിൽ ആനും സെക്കൻഡ് ഡാഷിൽ ദായുമാണ് ആൻസർ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ഓൾഡ് മാൻ എന്നുള്ളത് വവൽ സൗണ്ട് വന്നു, അപ്പോൾ നമ്മൾ ആന് കൊടുത്തു. രണ്ടാമത്തത് ഈ ഓൾഡ് മാൻ എന്ന ആൾ രണ്ടാമത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അയാളെ പറ്റിയിട്ട് തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ സെൻറ്റൻസിലും പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദ കൊടുത്തത്. ഓക്കെ, അടുത്തത്, ഐ ആം ഡാഷ് നേഴ്സ്. ഇപ്പോൾ പ്രൊഫഷൻ്റെ കാര്യം, നേഴ്സ്, ഡോക്ടർ, എൻജിനീയർ, ഡ്രൈവർ, അങ്ങനെ പ്രൊഫഷൻ പറയുമ്പോൾ നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള എ അല്ലെങ്കിൽ ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നേഴ്സ് എന്നുള്ളത് വവൽ സൗണ്ട് അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ എ കൊടുത്തത്. അടുത്തതിൽ നമുക്ക് മനസ്സിലാവാം എൻജിനീയർ എന്നുള്ളത് വവൽ സൗണ്ട് വന്നുകൊണ്ട് നമ്മൾ ആന് കൊടുത്തു. അപ്പോൾ പ്രൊഫഷൻ വരുമ്പോൾ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓൾഡ് മാൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ഐ ബോട്ട് എ പെൻ യെസ്റ്റർഡേ, ദ പെൻ ഹാസ് ബീൻ ലോസ്റ്റ്. അടുത്ത്, സ്റ്റാർസ് ട്വിങ്കിൾ ഇൻ ഡാഷ് സ്കൈ. ഇവിടെ സ്കൈക്ക് നമ്മൾ ദ കൊടുത്തു. എന്തുകൊണ്ട് എ അല്ലെങ്കിൽ കൊടുത്തൂടാ? ആൻ എന്തായാലും പറ്റൂല, എ എന്തുകൊണ്ട് കൊടുത്തൂടാ എന്നുള്ളത് വരും. ഈ സ്കൈ, എർത്ത്, സൺ, മൂൺ അതൊക്കെ യുണീക്ക് എലമെൻറ്റ്സ് ഓഫ് വേൾഡാണ്. അങ്ങനത്തെ യുണീക്ക് എലമെൻറ്റ്സിന് നമ്മൾ പർട്ടിക്കുലറായിട്ട് കാണിക്കാനാണ് ദ എന്നുള്ളത് കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ, ഡോഗ് ഡാഷ് ഡോഗ് ഗോഡ്സ് അവർ ഹൗസസ്. ഇവിടെ ദ ഡോഗാണ് വരുന്നത്. കാരണം ആനിമൽസ്, ബേർഡ്സ്, ട്രീസ് അതൊക്കെ സിംഗുലർ ആയിട്ട് നിൽക്കുന്ന സാധനം. അത് സിംഗുലർ ആണെങ്കിൽ കൂടി അതിൻ്റെ മൊത്തം വർഗം, അതായത് ഇപ്പോൾ ഡോഗ് ആണെങ്കിൽ മൊത്തം ഡോഗ്സ്, അങ്ങനെ മൊത്തം വർഗം മുഴുവൻ ആയിട്ട് കാണിക്കാനാണ്
ഇവിടെ ദ എന്ന നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? ദ ഗോട്ട് ഗീവ്സ് അസ് മിൽക്ക്. ദ ഗോട്ട് ഗീവ്സ് അസ് മിൽക്ക് അല്ലെങ്കിൽ ദ കൗ ഗീവ്സ് അസ് മിൽക്ക്. അപ്പോൾ ഇത്രയുമാണ് നമ്മളെ ആർട്ടിക്കിൾസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ചെറിയ പോർഷനാണ്, സിമ്പിൾ പോർഷനാണ്. ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ എളുപ്പമായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണേ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.